അതോ ഡ്രോയിങ് ഇപ്പൊ മുളക് തിന്നണ്ടോ ഇപ്പനോട് ഇത്രയൊക്കെ സ്നേഹമൊന്നും വേണ്ട കുറച്ചൊക്കെ കുറച്ചോ എന്റെ ഫേവറേറ്റ് ടീച്ചർ. ഇപ്പൊ തന്നെ മുളക് തിന്നണം എന്നോട് അത്രക്ക് പാസ്സാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ ആളുകളാണ് കേട്ടോ. ഇവള് നമ്മളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ചലഞ്ച്? ഹു നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞാ എന്നെ കുറിച്ച് ആർക്ക് കൂടുതൽ അറിയാം? ആർക്കും അറിയില്ല, അറിയരുത്. നിനക്ക് ഇവൾക്കും അറിയാം. അപ്പൊ ചോദിക്കാം ക്വസ്റ്റ്യൻസ് അല്ലേ? തനു എന്നെ സഹായിക്കാനാണ്. അത് പറ്റില്ല. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. ഓർമ്മയുണ്ടെങ്കിൽ അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഉത്തരം എഴുതുന്നു കണ്ടോ? ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താല്ലേ? അപ്പൊ ഇതില് റൂൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ അതിന്റെ ഉത്തരങ്ങൾ ഞങ്ങൾ രണ്ടാളും എഴുതണം, പറയല്ല എഴുതുക. എന്നിട്ട് നമ്മൾ രണ്ടാളും എഴുതിയതിന് ശേഷം ഇവിടെ ആൻസർ പറയും. എന്നിട്ട് നമ്മൾ കറക്റ്റ് ആൻസർ ആണോ നോക്കിയിട്ട് പോയിന്റ് കണക്കാക്കും. അപ്പൊ രണ്ടാളും കറക്റ്റ് ആൻസർ പറഞ്ഞു വെച്ചാൽ പോയിന്റ് ഇല്ല. ഒരാൾ തെറ്റി ഒരാൾ ശരി പറഞ്ഞ പോയിന്റ്. ഈ രണ്ടാളും ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും പോയിന്റ് ഇല്ല. അവസാനം കൂടുതൽ പോയിന്റ് എടുക്കണവര് ജയിച്ചു, കുറവ് പോയിന്റ് എടുക്കണവർക്ക് പണിഷ്മെന്റ്. രണ്ട് അരിമുളക്. ഇത് തോൽക്കണവര് ഇത് കഴിക്കണം. അപ്പൊ ഇതാണ് പണിഷ്മെന്റ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Are you ready? Yes. First question. The country that I want to go in dream. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാൻ സ്വപ്നത്തിൽ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു കൺട്രി. അവർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിയാം. ഭാവിയില് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലൂ തരാൻ പറ്റുമോ? അതായത് ഞാൻ ചോദിച്ച അതിന് ഉത്തരം അല്ല, ഞാൻ ചോദിച്ച നന്നായിട്ട് അറിയാതെ ഇപ്പൊ ഇടയ്ക്ക് പറയണ രാജ്യം അല്ല, അതൊന്നല്ല. ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇടയ്ക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ സമയം നിങ്ങൾ ചോദിക്കുന്നതാ. ടൈം വേണം കേട്ടോ. ആഗ്രഹിക്കുന്ന സ്ഥലം അല്ലേ? ക്ലൂ എന്ന് കൊടുക്കാതെ തണുപ്പുള്ള രാജ്യം. തണുപ്പുള്ള രാജ്യം ഞാന് ഞാൻ എഴുതിയിട്ടുണ്ട്. ചോദിക്കാൻ പറ്റില്ല. കള്ളക്കളി എടുത്താനും വിടുവാ പറഞ്ഞുകൊടുക്കത്തോട്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞൊന്നും പറ്റില്ല കേട്ടോ. അതൊന്നും അല്ല. ഇത് റോങ് ഉത്തരം പറഞ്ഞുതരാൻ എന്റെ ഫസ്റ്റ് ലെറ്റർ എന്നൊക്കെ വേണോ? വേണ്ട വേണ്ട വേണ്ട. ലാസ്റ്റ് ലെറ്റർ വേണോ? ഊഹിച്ചിട്ട് എഴുതി. അവിടെ എന്തൊന്നും പറഞ്ഞിട്ടൊന്നും അറിയൊന്നുമില്ല കേട്ടോ. അവിടെ സ്വപ്നത്തിൽ ഞാൻ എഴുതി. ആരും ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. കാനഡ. ഓ, എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോവാൻ ഇഷ്ടമാണ്, പക്ഷെ കൂടുതല് കാനഡയാണ്. നെതർലൻഡ്സ്. ഓക്കെ, അപ്പൊ രണ്ടാൾക്കും പോയിന്റ് ഇല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ചെരുപ്പിന്റെ സൈസ് അറിയായിരിക്കും. എനിക്കറിയാം. എനിക്കറിയാം ചെരുപ്പിന്റെ സൈസ്. അല്ല, ഏതാ സൈസ്? UK സൈസ് അതോ സാധാ നമ്മുടെ സൈസോ? എനിക്കറിയാം. അതാ എനിക്കറിയാം. അതാ തന്നെയാണോ നോക്കട്ടെ കേട്ടോ. ഞാൻ എന്തായാലും നോക്കിച്ച് എഴുതുന്നുണ്ട്. ഇത് അല്ലെങ്കിൽ ഞാൻ എഴുതി. അല്ല, ആ സൈസ് എന്ന് പറയുമ്പോ എനിക്കൊക്കെ 7 അതിലുള്ള അതാണോ ചോദിക്കുന്നത്? അയ്യോ, ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്? ഞാൻ എഴുതിയതിനെ അവൾക്ക് കാണിച്ചു കൊടുക്കണം. അത് ഈ പറയാൻ പറ്റില്ല. ശരി, അവള് പറഞ്ഞു 4 പറഞ്ഞു. പറഞ്ഞു 3. ഇല്ലില്ല, അവള് 4 പറഞ്ഞു. എന്റെ സൈസ് 3 ആണ്, ഈ സൈസ് 4 ആണ്. അപ്പൊ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്.
നോക്കിയെടുത്ത് ചീറ്റിങ് എടുത്ത്. ഇല്ല നെക്സ്റ്റ് അതിന് ഓരോ സൈസ് അല്ലേ അതാണ് അല്ലേ ഓരോ ഒന്നുമില്ല. ചെരുപ്പുകളിലും പക്ഷെ എനിക്ക് പാകം അതാ ഞാൻ size ചോദിച്ചത്. ചെയ്യാം. അതിങ്ങനെ ഒരാൾക്ക് 2 സൈസ് വരിക. സോ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല ഇവൾക്ക് 2 സൈസ് വരുമോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ചോദ്യം ചോദിക്കട്ടെ തന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. നന്നായി. ഫ്ലേവർ ഒക്കെ ഉണ്ട് ഐസ്ക്രീമില്. ഓ എന്റെ ഫേവറേറ്റ്. ഇത് ഉത്തരം തെറ്റുത്തരം പറയാം. പറഞ്ഞോണ്ട് പാക്ക്. അയ്യോ ഈ ഇടയ്ക്ക് ശരി ഞാൻ പറയാം. അതിരി വെറൈറ്റി ആണ്. വെറൈറ്റി ആണ് എന്നാ. അതായത് ക്ലൂ വാങ്ങിച്ച് കണ്ടുതരാം. അതൊരു കേക്കിലുണ്ട്. കേക്കായിട്ടുണ്ട്. കേക്ക് ഇപ്പൊ ഫേമസ് ആയിട്ട് കൊണ്ടുള്ള കേക്കിലുണ്ട്. അതായത് ഈ കേക്ക് ഇന്ന കേക്ക് എന്ന് പറയല്ലോ. അതിനൊരു കേക്കിന്റെ പേരാണ്. ഞാൻ എഴുതി കേക്കിന്റെ പേരാ. ഇത്ര ടൈമൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ എഴുത്. എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. കുട്ടീന്റെ ഒരു കാര്യം അറിയൂല. ടൈമോട്ട് വാണിയിലും ഞാനൊക്കെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രണ്ടാളും എഴുതി പറഞ്ഞു. പറയട്ടെ. റെഡ് വെൽവെറ്റ്. നന്നായി. ഏതാ എഴുതി? ചോക്ലേറ്റ്. എനിക്ക് ബട്ടർസ്കോച്ച് ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടങ്ങൾ മാറ്റാൻ പറ്റും. കൂടുതൽ ഇഷ്ടമുള്ളതാണ് അത് അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടം. ചോക്ലേറ്റ് പിന്നെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം ഞാൻ പറയുന്നത്. കുറവ് എനിക്ക് പറയാം. ഇടയ്ക്കൊക്കെ ഉപ്പാന്റെ അടുത്ത് ഇഷ്ടങ്ങൾ പറയണം. ബട്ടർസ്കോച്ച് ഇഷ്ടല്ലേ? രണ്ടാളും പറഞ്ഞു. അടുത്ത പറയട്ടെ. അപ്പൊ എനിക്ക് മാത്രം ഒരു പോയിന്റ് കേട്ടോ. നീ 3 തെറ്റിച്ചു. ഞാൻ പറയട്ടെ. The subject that I have got more marks in this year. വിട്ടില്ലേ നല്ല മാർക്ക് കിട്ടിയത് കുറെ മാർക്ക് കിട്ടിയത് ഏത് സബ്ജക്റ്റിനാണെന്നാ? ഏത് സബ്ജക്റ്റിനാണ് ഈ വർഷം? രണ്ടെണ്ണത്തിലുണ്ടാവോ? ഒരെണ്ണത്തില് ഞാൻ മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോ ഞാൻ കണ്ടതാണ്. കേട്ടോ ഒരു മിനിറ്റ് കേട്ടോ. എനിക്ക് കുറച്ച് സമയം വേണം. ഞാനത് ആലോചിക്കട്ടെ കേട്ടോ. അധികം സമയമൊന്നും എനിക്കറിയാം. ഞാനിപ്പോ എല്ലാ തെറ്റിക്കാൻ ഞാൻ എഴുതി. പറയട്ടെ. നീ എഴുതിയാ? മലയാളം. കറക്റ്റ്. ശരിയാണോ? പാക്ക് ഒരു മാർക്ക്, മാർക്ക് ഒരു മാർക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് പറഞ്ഞു കൊടുക്ക. എത്രയാണെന്ന്? ഇപ്പാക്ക് 2 മാർക്ക് 1. ഇപ്പാക്ക് 2? ഫസ്റ്റ് ആദ്യത്തെ ഒന്ന്. എന്റെ ചെരുപ്പിന്റെ സൈസ് പോയിന്റ് ഇല്ല. രണ്ടാളും കറക്റ്റ് ഉത്തരം പറഞ്ഞ പോയിന്റ് വേണ്ട. രണ്ടാൾക്കും ഇല്ല. അത് വേണ്ട. അപ്പൊ ഒരാൾ തെറ്റിച്ച് ഒരാൾ കറക്റ്റ് ഉത്തരം പറയുമ്പോഴാണ് പോയിന്റ് കിട്ടും. ഇപ്പൊ എനിക്കൊരു പോയിന്റ് കേട്ടോ. എനിക്കൊന്നുമില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? മാർക്ക് നമ്മള് ജയിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സിമ്പിൾ ആയിരിക്കും. കാർട്ടൂൺ ദാറ്റ് ഐ സീ ഇൻ ചൈൽഡ്ഹുഡ്. ചെറുപ്പത്തിൽ ഞാൻ കാണുന്ന കാർട്ടൂൺ. കാരണം നല്ല ഓർമ്മയുണ്ട്. ഞാൻ എഴുതി. സിമ്പിൾ ആയിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. എഴുതി. പറയട്ടെ. ഡോറബുജി. ജമ്മു ഡോറബുജി ഒരു എപ്പിസോഡ് കൊണ്ട് വിടില്ല. എല്ലാം കാണും. ഡോറയുടെ പ്രയാണം. ഹൈഫൈ തിരിച്ചെടുത്തു. ശരിയായിട്ടുണ്ട്. അപ്പൊ രണ്ടാൾക്ക് പോയിന്റ് ഇല്ല. രണ്ടാളും ഒപ്പം ശരി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് പ്രശ്നമാട്ടോ കണ്ണാണാത്ത പൊട്ടത്തി. യൂട്യൂബ് ചാനൽ ദാറ്റ് ഐ സീ ഓൺ TV. ടിവിയിൽ കാണുന്ന ചാനൽ 2 ഉണ്ടായിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കറക്റ്റായിരിക്കും. ഏതെങ്കിലും ഒന്ന് അവന്റെ ചാനൽ നെയിം എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് എനിക്ക് ഇപ്പൊ തന്നെ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഞാൻ എഴുതട്ടെ. ചാനൽ കാണല്ലേ? ഞാൻ കാണലുണ്ടല്ലോ നമ്മള്. ഇവിടെ ഉള്ളവരല്ലേ? ലാസ്റ്റ് മനസ്സിലാക്കിയോ? എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? ഇവിടെ നമ്മുടെ അടുത്തുള്ളവരല്ലേ? രണ്ട് വീട് ഒരു ഇതിനുള്ള ചട്ടം പീസും കാണും. ചട്ടം പീസ് പറഞ്ഞ ആനി അവരൊക്കെ ഉള്ളത്. എനിക്ക് ചട്ടം പീസും തേച്ചത്തങ്ങും ഞാൻ കാണാറുണ്ട്. ആനി അവരുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് എപ്പോഴും പറയല് ഞാൻ കാണാറുണ്ട്. ഞാന് സിനിമ കൂടെ പോയപ്പോഴും ചട്ടം പീസും കൊണ്ട് തേച്ചത്തങ്ങും കണ്ടു. ചട്ടം പീസ് അല്ലേ ഫോട്ടോ ഒരു പ്രാവശ്യമൊക്കെ വിട്ടു കൊടുക്ക. ശരി നെക്സ്റ്റ്.
നെക്സ്റ്റ് ശരിയായിട്ടുണ്ട്, പക്ഷെ രണ്ടാൾക്ക് മാർക്ക് ഇല്ലതില്ലേ? ആ ഇല്ല, എനിക്ക് മാത്രം ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ നെക്സ്റ്റ്. അമ്മുന്റെ ഫുൾ നെയിം അമ്മുന് അറിയോ? ഞാൻ ഇവിടെ ഇനീഷ്യൽ എനിക്ക് ഫുൾ നെയിം ആ ആരും കിട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു അറിയാം. കേട്ടോ, ഇനീഷ്യലൊന്നും വേണ്ട. എന്താ ഇനീഷ്യൽ എനിക്കറിയാം. ആരുടെ? അമ്മോളുടെ. ആ പി എൻ. പറയൂല. പി എൻ അല്ല, ആയിരിക്കില്ല. എന്നാണ്, എന്നാണ്. അത് അതിന് മുന്നേ ഏതാ പറ? കെ എൻ. ഞാൻ എഴുതി ഞാൻ അത് പറയാം, ഇനീഷ്യൽ ഞാൻ പറയാം. ഇനീഷ്യൽ കെ എൻ അല്ല. ശരി, നീ ഫാത്തിമ സൻഹ. സൻഹ എന്നാണ്. ഞാൻ സനാന്ന് എനിക്ക് എന്റെ ശരി. ഇനീഷ്യൽ എന്നാണ്. അതിന് മുന്നേ വീട്ടുപേരൊന്നും എനിക്കറിയാം. സി എൻ. ഫാത്തിമ സൻഹ സി എൻ. എന്റെ കുറച്ചൊക്കെ ശരിയായി. ഞാൻ ടിക്കിടും. എനിക്ക് പേര് സനയാണോ എന്നൊരു സംശയം. സനഹ എനിക്കറിയില്ല. ഓക്കെ ശരി. അപ്പൊ എന്റെ ശരി. ഈക്വൽ, രണ്ടാൾക്ക് ഈക്വൽ. ഇത് നമ്മൾ തന്നെ പറയണ്ട, അവരടുത്ത് എന്തെങ്കിലും പറയും. 2 പോയിന്റ്, രണ്ടാൾക്ക് ഓരോ പോയിന്റ്. അതെ, നെക്സ്റ്റ്. ഈക്വൽ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 എണ്ണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒപ്പം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിന് ഉത്തരം എഴുതിയിട്ടില്ല അല്ലെ. ഞാൻ 1, 2, 3 എണ്ണത്തിന് ഞാൻ ശരിയാക്കി. നീ 3 തന്നെ. ഇപ്പത്തെയും കൂടി 4 എണ്ണം. അതെങ്ങനെ ശരിയാവും? മലയാളം സബ്ജക്ട്, ഡോറയുടെ പ്രയാണം, പിന്നെ ചട്ടമ്പീസ്, ചട്ടം പീസ് അത് ഞാൻ എഴുതില്ല. അപ്പൊ ശരി, ഞാൻ 4 എഴുതി. ഞാൻ തേജതങ്കു പറഞ്ഞില്ലേ. 4 എണ്ണം ശരി പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾക്കും ഓരോരോ പോയിന്റ്. ശരി. അടുത്ത ക്വസ്റ്റ്യൻ. മൈ റോൾ നമ്പർ. അത് അറിയാതുകൊണ്ട് തന്നെ പറയണ്ട, പ്ലീസ് പറയരുത്. ശരി, ക്ലൂ തരാൻ പറ്റുമോ? ശരി, അത് ചീറ്റിങ്. പറയരുത്. ഓക്കെ, ഇപ്പൊ എഴുതാം. ക്ലൂ തരാം. റോൾ നമ്പർ. ക്ലൂ പറയട്ടെ. ക്ലൂ ഒന്നും വേണ്ട. ക്ലൂ ഇത്തിരി ടഫാണ്. 13 45 ഇടയിൽ. എനിക്കറിയാം. എത്രയാണ് പറയട്ടെ? 31. അയ്യടാ, 34 എഴുതി. ഞാൻ 38 തനുവിന്റെയാണ്. തനുവിന്റെ 42 ആണ്. ഇനി കഥല്ല രണ്ടാൾക്കും തെറ്റി. പിന്നെ അടുത്തത്, എനിക്ക് പാലക്കാട് എനിക്ക് ഇഷ്ടമുള്ള 2 ഷോപ്പ്. 2 എണ്ണം ഉണ്ട്. ആയിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല. പാലക്കാട് പോയ എനിക്ക് ഇഷ്ടമുള്ള ഒരു കട. 2 കട ഉണ്ട്. പോയിട്ടുണ്ടോ? പിന്നെ പോയിട്ടുണ്ടേ, ആണല്ലോ എനിക്ക് ഇഷ്ടം. 2 എണ്ണം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല. പറയാൻ പാടില്ല. അതിൽ കുറെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ആണ്. തുണി മാത്രല്ല. മനസ്സിലായി. 2 എണ്ണം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒന്ന്. ഞാൻ എഴുതി കഴിഞ്ഞു. ഫിനിഷ്. മാന്റെ ഫിനിഷ്ഡ്. പറയട്ടെ? ലുലു ഓർ സുഡിയോ? ഞാൻ ലുലു. അജ്മൽ ബിസ്മി. അജ്മൽ ബിസ്മിയാ? അവിടേക്ക് പോയിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊക്കെ ശരിയായിട്ടോ. വിചാരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് 2 പോയി. ഞാനെന്തറിയോ അജ്മൽ ബിസ്മി ഇടയ്ക്ക് പോയില്ല. അപ്പൊ അതാ എനിക്ക് ആലോചിച്ചിട്ട് പറയായിരിക്കും വിചാരിച്ചു. ഓക്കെ, അടുത്തത് എന്റെ ഫേവറേറ്റ് ഫുഡ്. ഇത്തിരി വെറൈറ്റി ഫുഡ്. വെറൈറ്റി ആട്ടോ, വെറൈറ്റി ആണ്. വെറൈറ്റി. നോർമലി അല്ല അല്ലേ? നോർമലി അല്ല. എനിക്കറിയാം. ഞാൻ എഴുതി. KFC. നന്നായി. നല്ല ഇഷ്ടം. ചിക്കൻ ബിരിയാണി പിന്നെ സാൻഡ്വിച്ചല്ലേ നീ എപ്പോഴും വേണം പറയാ? ചിക്കൻ ബിരിയാണി KFC ഇഷ്ടം. പ്രത്യേകിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ. അതിൽ KFCയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്. അതിന്റെ കൊറേ സാധനങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറ്റണുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് എല്ലാം ഇഷ്ടമാണ്. അതില് ഏറ്റവും ബെറ്റർ ആയിട്ട് KFC ആണ് ഇഷ്ടം. അപ്പൊ രണ്ടാളും നീ പറഞ്ഞു. പറയട്ടെ? എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് എല്ലാവർക്കും അതായിരിക്കും.
പറയട്ടെ ഉം. മാത്സ് സമാധാനം. ഇപ്പൊ ഏതായത് ഹിന്ദിയോ മാത്സിക്ക് ഇപ്പൊ ഹിന്ദി നല്ല സിമ്പിളാ. എന്റെ ശരിയായിട്ടോ അപ്പൊ ഈക്വലായിട്ടാ എങ്ങനെ ഈക്വലായി. എനിക്ക് 2 നിനക്ക് 2. അല്ല ഉമ്മക്ക് നീ രണ്ടെണ്ണം എനിക്ക് നീ. ഇപ്പൊ നേരത്തെ ഒന്നും ready ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ Next. നമ്മൾ പോയതില് ഫാമിലി ടൂർ പോയതിലേക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. ആ ഫാമിലി എനിക്ക് ടൂർ ഇഷ്ടമുള്ള 3 സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ? 3 സ്ഥലത്ത് പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. ഏറ്റവും ഒരു സ്ഥലം സിമ്പിൾ ആയിരിക്കും. അങ്ങനെ എഴുതി. ശരിയോ? വയനാട്. എന്താണ് നീ എന്താ എഴുതി? എനിക്ക് വയനാട് ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, ഊട്ടി പോയിട്ടുണ്ട്, പിന്നെ വയനാട് പോയിട്ടുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് വയനാട്. അത് നല്ല രസം. എനിക്ക് കൂടുതൽ ഇഷ്ടം എടക്കൽ കേവ്. അവിടെ നമ്മള് പോയപ്പോ മഴയായിട്ട് കുറച്ച് അടുത്തത് വിച്ച് ഈസ് മൈ ഫേവറേറ്റ് ബ്ലാക്ക് പിങ്ക് ഓർ BTS അതറിയോ? എങ്ങനെ എനിക്കറിയാം. ബ്ലാക്ക് പിങ്ക് ആണോ BTS ആണോ എനിക്കിഷ്ടം? അതിന്റെ പേരൊക്കെ എനിക്കറിയാം. പറയട്ടെ BTS. BTS. ഞാൻ BTS. കുട്ടി പറഞ്ഞത് ഇല്ല അങ്ങനെ കാണിച്ചപ്പോ ഡൗട്ട് തോന്നിക്കാണ്. അതായത് അത് കുട്ടി പറഞ്ഞിട്ടാ കുഴപ്പമില്ല. ഒരു ക്ലൂ ആർക്കും കൊടുക്ക സാരില്ല. പോട്ടെ, കുട്ടിന്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ ഒന്നും എഴുതില്ല അവിടെ. ശരി, ഞാൻ നെക്സ്റ്റ് ചോദ്യം വരത്തേണ്ടത്. നമുക്ക് ഉത്തരം എഴുതണ്ടേ? ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ട് ഇനി? Question ഒക്കെ ഉണ്ടാവും. 1 2 3 4 അടുത്തത് മൈ ഹോബി. ഹോബി എന്താ മൈ ഹോബി? അതിപ്പോ ക്ലൂ ഇല്ല ഇല്ല ഒന്നല്ല. അവളുടെ അടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പോയതാണ്. നിനക്ക് മൈ നിന്റെ ഹോബി വേഗം എഴുതണം, സമയമൊന്നും ഇല്ല. വേഗം എഴുതി. TV ആണ്. ആണോ? അല്ല എന്താ? ഡാൻസിങ്. അതോ ഡ്രോയിങ് അതുകൊണ്ടാണ് സ്കൂളില് ഡ്രോയിങ് എന്നിട്ട് നീ അത് എഴുതിയില്ലല്ലോ. ഡ്രോയിങ് എഴുതി. അതെ, എനിക്ക് ഡ്രോയിങ് ഇപ്പൊ വരയ്ക്കാൻ ഇഷ്ടമില്ല. അതെന്താ നീ മാറ്റി? അത് മാറ്റി കൊറേ ആയി. എന്നിട്ട് ഇപ്പൊ വരെ ഡാൻസിങ് ആണ് ഇഷ്ടം. ഡാൻസ് തന്നെ ഇഷ്ടം. എനിക്ക് ഡാൻസ് തന്നെ ഇഷ്ടം. ഞാൻ സ്കൂളിൽ വെസ്റ്റേൺ ഡാൻസ് തന്നെയാണ്. എന്താ പറഞ്ഞ TV ആണ്. ആ TV ആണ്. തെറ്റിട്ടോ. ഡ്രോയിങ് ആയിരുന്നു, അതുകൊണ്ടാണ് നേരത്തെ ഡ്രോയിങ് അതല്ല, എന്റെ തെറ്റിന്ന് കണ്ടപ്പോ അവള് നിന്നെ തെറ്റിക്കോട്ടെ. പക്ഷെ അതാണോ ഒരു അതൊന്നല്ല സത്യം, അതല്ല. ശരി, അവളുടെ ഇഷ്ടം അതായിരിക്കും. ഡാൻസ് ഇഷ്ടമാണ്. എല്ലാം എപ്പോഴും ഞാൻ ഡാൻസ് സ്കൂളിൽ എപ്പോഴും ഡാൻസിന് ചേർന്നിട്ടായിരിക്കും. ഇഷ്ടമല്ല, ഡാൻസ് ഇഷ്ടമാണ്. പക്ഷെ എപ്പോ നോക്കിയാലും ചിത്രം ഇപ്പൊ ഞാൻ ചിത്രം അധികം വരയ്ക്കാറേ ഇല്ല. അപ്പൊ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ കണ്ണാടി നോക്കി, കണ്ണാടി മുന്നിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ കാണാറുണ്ടല്ലോ അടുക്കളയിൽ പണിയെടുക്കും, ഞാൻ കണ്ണാടി നോക്കി ഡാൻസ് കളിക്കും. നെക്സ്റ്റ് കാണാറുണ്ട്. ഇത് ഇത്തിരി പാടായിരിക്കും. അത്ര നേരം തന്ന കേസി എനിക്ക് കഴിഞ്ഞ വർഷത്തെ റോൾ നമ്പർ ഇപ്രാവശ്യത്തെ ശരിക്കും പറഞ്ഞിട്ടില്ല. അതൊരു ക്ലൂ കാട്ടെ. പറയട്ടെ. പറയണ്ട. സിമ്പിൾ ആയിട്ട് 15ന്റെയും 20ന്റെയും ഇടയില്. 15-20 ഇടയില്. ശരി, ആയിക്കോട്ടെ, ഞാൻ എഴുതി. കറക്കി കുത്താണ്. എഴുതിയാ നീ പറ. 18. അയ്യോ, അതെ. എന്റെ ശരിയായിട്ടോ. അപ്പൊ എനിക്ക് 3 പോയിന്റ്. ഇപ്പൊ മുളക് തിന്നണ്ടോ? സാനേന്റെ 20. സാനേന്റെ 20 ആണ്. അപ്പൊ എന്റെ ശരിയായിട്ടുണ്ട്. അറിയോ? പക്ഷെ സഹായിക്കാൻ പാടില്ലേ. ഞാൻ എന്താ ചെയ്യാൻ? ഉമ്മ സഹായിക്കണ്ടെന്ന് പറയണത് ഉമ്മക്ക് ഇഷ്ടല്ല. നെക്സ്റ്റ്. ഇപ്പൊ ഉമ്മക്ക് എത്ര പോയിന്റ്? 3. 1 2 3 4 5 6 7 8 9 10 11 12 13 15 ചോദ്യം. അപ്പൊ എനിക്ക് 3 പോയിന്റ്. എനിക്ക് 2. ഇതില് ഗസ് ആയിരിക്കും നിങ്ങൾ കേട്ടോ. പറയട്ടെ. അഹാനന്റെ ഫാമിലിയിലേക്ക് ഫാമിലിയില് ഇഷ്ടമുള്ള ആള് അഹാന അറിയോ? അഹാനല്ലേ? അഹാന കൃഷ്ണ, ഹൻസിക, ഇഷാനി, പിന്നെ പേരേ ഓർഡറില്ല. ദിയ. അവള് പേര് പറഞ്ഞു കുത്തിക്കുന്ന പോലെ. കാർക്ക് കുത്തിക്കോ. ഞാനും ഞാൻ അതിലെ പേരൊന്നും എനിക്കറിയില്ല. അതില് ഏറ്റവും ചെറുതില്ലേ, ഏറ്റവും ചെറിയ കുട്ടിയില്ലേ, ഹൻസിക മുടി ചോറിട്ട് ഓസിനിക്ക് ഇഷ്ടം.
നീ ഏത് എഴുതി? ഹൻസിക. അത് ഏറ്റവും ചെറുതാ. ഞാനപ്പോ ഏറ്റവും ചെറുത് അവളുടെ ആ ലെവല് നോക്കിയിട്ടാ ഞാൻ അല്ല ഉത്തരം പറഞ്ഞത്. ലെവല് ഇവളുടെ ലെവലൊന്നല്ല പക്ഷെ അല്ല ഹൻസികയാണെന്ന് ഞാൻ അതിലുള്ളതിൽ ഇതിൽ ചെറുത് ആ കുട്ടിയല്ലേ? എനിക്ക് ഓസിന് ഇഷ്ടം. എനിക്ക് പേരറിയില്ല. ഞാൻ വിചാരിച്ചു ഓസിനെ ആയിരിക്കും എന്നുള്ളത്. അത് ഈ ഇടയ്ക്ക് കല്യാണം കഴിച്ചതാ. ആ ഈ ഇടയ്ക്ക് കഴിഞ്ഞത്. അത് പിന്നെ അത് പോട്ടെ, അത് അറിയില്ല. തെറ്റി. അത് നീ തെറ്റിച്ചേ. തെറ്റി. അപ്പൊ പോയിന്റ് ഇല്ല. ഇത് പറയട്ടെ. എന്റെ ഫേവറേറ്റ് ടീച്ചർ. അത് ഇപ്പൊ പ്രസന്റില് അതോ കഴിഞ്ഞതോ? എപ്പോ വേണമെങ്കിലും ആവാം. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് ടീച്ചർ. അങ്ങനെ എപ്പോ ആണെങ്കിലും അപ്പൊ അവള് ഇപ്പോഴത്തെ ആണെങ്കിലും മൊത്തത്തിലില്ലേ? എനിക്ക് ക്ലൂ ഒന്നുമില്ല. ശരി, അങ്ങനെ എല്ലാത്തിനും ക്ലൂ എനിക്ക് ആ ടീച്ചറുടെ പേര് നേരെ സബ്ജക്ട് അതൊക്കെ ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിലവിൽ ഇവൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവളുടെ ക്ലാസ് ടീച്ചർ ആണ്. ഇപ്പോഴല്ല. നിലവിലല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു. 5ാം ക്ലാസ്സിൽ ഇവളുടെ ക്ലാസ് ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ പേര് പറ. ഹെൽത്ത് ആയിട്ടുള്ള ടീച്ചറല്ലേ? ഇല്ല, എനിക്ക് പേര് എനിക്കറിയാം. പേര് അതൊന്നും പറ്റില്ല. അപ്പൊ ഒന്നും മാർക്കില്ല. പേരൊക്കെ ശരി. നീ ഉത്തരം എഴുതിയില്ലേ? നീ എഴുതി. ഇനി ഞാൻ പറയാം. എനിക്ക് ടീച്ചറുടെ പേര് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ. ആലോചിക്കോ. പേര് എനിക്ക് പ്രാവശ്യം സബ്ജക്ട് കെമിസ്ട്രി. ഞാൻ പറഞ്ഞുതരാം. പ്രഭിത ടീച്ചർ അല്ല. പ്രഭിത ടീച്ചർ നിന്റെ LKG ടീച്ചർ അല്ലേ? LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. 1ാം ക്ലാസ് അല്ല മായ ടീച്ചർ. എനിക്ക് ക്ലാസ് ടീച്ചർ ടീച്ചർ ക്ലാസ് ടീച്ചർ ആയിട്ടില്ല. എനിക്കില്ല. തനുവിനാണ്. പ്രഭിത ടീച്ചർ കണക്കെടുത്തോണ്ട് നിനക്ക് കണക്കെടുത്ത ടീച്ചറാ അല്ലേ? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ കണക്കെടുത്ത ടീച്ചറല്ലേ പ്രഭിത ടീച്ചർ? പിന്നെ ഇവൾക്ക് 1ാം ക്ലാസ്സിൽ LKG ഒരു ടീച്ചർ ഉണ്ടായിരുന്നില്ലേ? രജനി ടീച്ചർ. അതാണ് ഫേവറേറ്റ് ടീച്ചർ. അതല്ല ഞാൻ പറഞ്ഞു. ഇവൾക്ക് ആ ടീച്ചറെ ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ? പക്ഷെ ഇപ്പൊ ആ ടീച്ചറുടെ പേര് എന്റെ 4ാം ക്ലാസ്സില് 2ാം ക്ലാസ്സില് 5ാം എനിക്കറിയാം. മായ ടീച്ചർ ശരി അല്ലേ? മായ എന്നുള്ള ടീച്ചറുടെ പേര് ഉത്തരം പറ. ഹരിത ടീച്ചർ. അതാരാ ഹരിത ടീച്ചർ? എന്റെ ഫേവറേറ്റ് ടീച്ചറാണ്. അതായത് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ചെയ്യിട്ടില്ലേ ടീച്ചർ? അല്ല എനിക്കറിയാം. ഇപ്പോൾ പറയുന്നിട്ടുണ്ട്. പേരൊക്കെ പറയണ എനിക്ക് മാർക്ക്. അത് പറ്റില്ല. ഇല്ലേ കൺഫേം. ഇപ്പൊ തന്നെ മുളക് തിന്നണം. പേര് പറയാൻ സമ്മതിക്കണില്ലേ? ഞാൻ എന്താ ചെയ്യാ? കൊഴപ്പില്ല. 2 മുളകുണ്ട്. ഒന്ന് നീ ഒന്നും ഞാൻ ടീം നെക്സ്റ്റ് കണ്ടാലും തന്നെ ഇപ്പൊ എത്ര ലീഡ്? പോയിന്റ് ലീഡ് എങ്ങനെയാണ്? പോയിന്റ് നിലവാരം ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ തന്നെ? അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് അതും കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ലാസ്റ്റ് ഇപ്പൊ നിലവിൽ നിനക്ക് എത്ര പോയിന്റ് ഉണ്ട്? 1 2 3 4 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ? ഞാൻ 2 പറഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പറ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറ. എനിക്ക് ദൂരം കൂടുതൽ സ്ഥലത്തേക്ക് പോകാനാണോ അതോ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് ഇഷ്ടം? ഞാൻ എഴുതാം. എഴുതി പറയട്ടെ. ലോങ് ഡ്രൈവ്. നീ ഇവിടെ അപ്പൊ അത് പോയിന്റ് ഇല്ല. ദൂരം കൂടുതലുള്ള സ്ഥലത്ത് ഇനി കുറച്ച് ചോദ്യങ്ങൾ ആലോചിച്ച് കൂട്ടോ. ശരി. എനിക്ക് ആലോചിക്കാൻ കാരണം എനിക്ക് പിടിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് മുളക് തിന്നാൻ വയ്യേ. 2 ക്വസ്റ്റ്യൻ കൂടി. അതിനൊരു ഇപ്പാനെ സഹായിക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി. അതൊന്നും പറ്റില്ല. ഇപ്പാക്ക് മാത്രം അറിയണ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് അന്ന് ആശുപത്രിയിൽ പോകുമ്പോ ഞാൻ ഭക്ഷണം വാങ്ങി തന്നില്ലേ? അതെന്ത് ഭക്ഷണം ചോദിക്കും. അപ്പൊ അതിപ്പാക്കല്ലേ അറിയുള്ളൂ. അതൊന്നും ഡോക്ടർ പല ഡോക്ടർ ഇങ്ങോട്ട് പോയപ്പോഴാ സാഫ്രോൺ കഴിച്ചതാ. അല്ല, സഫറൊന്നും ഉമ്മ ഉണ്ടായിരുന്നില്ലേ? അപ്പോ അയ്യോ, ഇപ്പാക്ക് മറന്നു. ആ ചോദ്യം വേണ്ട. ഇപ്പാക്ക് ഓർമ്മയില്ല. ശരി, പോട്ടെ. ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ 2 എക്സ്ട്രാ എടുത്തിട്ട് വേണം. അപ്പൊ എന്നിട്ട് കാര്യമില്ല. ഞാൻ നിന്റെ പോലെ എത്തുള്ളൂ. അപ്പോഴും മുളക് ഒരാൾ തിന്നണ്ടേ? കഴിഞ്ഞു. അപ്പൊ ഇതിന് കഴിഞ്ഞു. തനു എനിക്ക് 1 പറയട്ടെ. 18 ക്വസ്റ്റ്യൻസില് ഞാൻ 1 2 3 എണ്ണൊന്നും വേണ്ട. നിനക്ക് 4 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. 10 ഞാൻ ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതില് 1 2 3 4 ഞാൻ തനിച്ചു പറഞ്ഞത്. അപ്പൊ എനിക്കാണ് പോയിന്റ് കൂടുതൽ. പോയിന്റ് ഉള്ളത് അതന്നെ 4 നിനക്ക് 4 പോയിന്റും എനിക്ക് 2 പോയിന്റ്, ഇവർക്ക് 4 പോയിന്റ്. അപ്പൊ ആരെ മുളക് തിന്നുണ്ട്?
നീ തിന്നോ? വേണ്ട, കുട്ടി തിന്നണ്ട. എന്റെ കുട്ടി തിന്നണ്ട. അല്ല അത് വേണ്ട, സാഹസം കാണിക്കണ്ട. അല്ല വെള്ളം വേണ്ട, വേണം. ഇപ്പനോട് ഇത്രക്ക് സ്നേഹമൊന്നും വേണ്ട ചേച്ചാ. കുറച്ചൊക്കെ കുറച്ചോ വെള്ളം വേണം. നക്കിയാ മതി, നക്കിയാ മതി. അയ്യോ. ഉമ്മ, ആ മതി മതി മതി, കുട്ടി തിന്നു. ഞാൻ അങ്ങനെ തന്നെ തിന്നുള്ളൂ. ഞാൻ അങ്ങനെ കുട്ടി തന്നെ തിന്നണ്ടായിരിക്കും. നാക്കൊക്കെ നിന്ന്. വെള്ളം അയ്യോ, വേണം. ഇനിയും തങ്ങോ വേണ്ട. വെള്ളം വേണം. ആ കുട്ടി തിന്നിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു പൊട്ട് തിന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഒന്ന് തിന്നാ മതി ഇല്ലേ? ആ, ഒന്ന് തിന്നാ ഒന്ന് മതി. തിന്നാ പോരെ? മതി, ഒന്ന് മതി. അല്ലാ. ചൂടുവോ? ലേ. വേണ്ട. രണ്ട് മൂത്ത് തന്നെ ഞാൻ പഴുത്തത് എന്താ ചോദിച്ചാൽ അതിന് കണ്ടിട്ട് മധുരണ്ടാവും വിചാരിച്ചോ? അല്ല, എരിവത്തിരി കുറയുന്ന വിചാരിച്ചു. പഴുത്തതൊക്കെ കൂടെ ചെയ്യാ. പിഞ്ചു തട്ടി ചോര തിന്നല്ലേ? ഛർദിക്കില്ല. കുറച്ചും കൂടി അത് മുഴുവൻ തിന്നെ. എന്തായാലും കേടൊന്നല്ലല്ലോ, നല്ലതാണ് അരിമുളക്. വേണ്ടല്ല മോളെ. ഇനിയുണ്ടല്ലേ? ലാ. നീ ഒരു പണിച്ച് ഉറപ്പിട്ട് വെള്ളം എടുത്തിട്ട് വാ. എടുത്തിട്ട് വാ. ഗോ ഗോ. ഞാൻ ഇത് രണ്ടെണ്ണം തിന്നാൻ സാധിക്കില്ല കേട്ടോ, ഒന്നും തിന്നാ. അന്ന് ഞങ്ങൾ എന്തോ ഒരു ചലഞ്ച് ചെയ്യുമ്പോ തനു മുളക് തിന്നു. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഞാനും തിന്നു, അപ്പൂസും തിന്നു. ചലഞ്ചിലൊന്നും എന്നിട്ട് മുളകൊന്നും തിന്നാൻ ആ പാടില്ല. മുളക് അങ്ങനെ ചലഞ്ചൊന്നും വേണ്ടതാ. താങ്ക് യു. എന്താ പിന്നെ തിന്നുണ്ട് കേട്ടാ. ഈ ഗ്ലാസ് വെള്ളം മതിയാവും ഉപ്പൊക്കെ? വെള്ളം കുടിക്കും. കുറച്ച് എരിയില്ല. വെള്ളം കുടിച്ചൊക്കെ എരിയും പറയുന്നേക്കാറ് കുറച്ചും കൂടി. എന്നാലും കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. മുളക് തിന്നേന് കൺഗ്രാജുലേഷൻസ് ഫോർ മാം. പരമാവധി വെള്ളം കുടിക്കുമ്പോൾ തീർന്നു പോകും കേട്ടാ. കുഴപ്പമില്ല, അത്ര എരിവൊന്നുമില്ല. രണ്ട് മുഖം നോക്കി മുളക് തിന്ന ആളിനേക്കാളും വിഷമമാണ്. മുളക് തിരിച്ചു സ്വത്തുവോ? എന്നാ തല്ല. ഉത്തരവാദി കുഴപ്പമില്ല, ആരാ? സമാജിക്കല്ലേ. കൂടി ഇന്നൊക്കെ തെറ്റിച്ചില്ലേ? ഇല്ലാത്തതിന്റെ കുറിച്ച് ഞാൻ പറയാം. വെറുതെ പറഞ്ഞാണ്. കുട്ടീനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നീ സംസാരിച്ച കരയും, കരച്ചിട്ട് വരും. എന്നോട് അത്രക്ക് പാസ്സാണ് എന്റെ കുട്ടി. ചെറിയൊരു വിശപ്പുണ്ട്. ചെറിയൊരു വിശപ്പുണ്ട്. ആ സാരില്ല, നമുക്ക് challenge ക്യാമറ ആണ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. ചലഞ്ചാണ് കേട്ടോ തനു. അപ്പൊ ഗൈസ് കഴിഞ്ഞു. ഈ വീഡിയോ ഞാൻ തോറ്റു. ഇല്ല, നല്ല അത്രയ്ക്കൊന്നും പണിഷ്മെന്റും കിട്ടി. ഇല്ല, കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ തിന്നാം. വേണ്ട. വേണ്ട, എനിക്ക് വയ്യ. ചൂട് അവിടേക്ക് നീങ്ങാൻ തുടങ്ങി. അരിമുളക് നല്ല എരിവാണ്. കുഴപ്പമില്ല എന്നാലും. അപ്പോ ചലഞ്ച് കഴിഞ്ഞു കേട്ടോ. ചലഞ്ചിൽ ഞാൻ തോറ്റു. ലീഡിട്ട് പോയിരുന്നു ഞാന്, തോറ്റു. കുഴപ്പമില്ല, അടുത്തതിൽ പിടിക്കാം. അപ്പൊ ഗൈസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം കാണാം. തനിക്കുട്ടിന്റെ ജോലി തനു ചലഞ്ച്, തനു വരും കേട്ടോ ചലഞ്ചായിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എന്താണ് കരഞ്ഞു.